നമസ്കാരം, എല്ലാവർക്കും മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പരപ്പനങ്ങാടിയിലാണ്. പുലർക്കാലത്തിൻ്റെ സൗന്ദര്യവും ശാന്തതയും ആസ്വദിച്ചുകൊണ്ട് പരപ്പനങ്ങാടി റെയിൽവേ അണ്ടർ ബ്രിഡ്ജിലൂടെ ഒരു നടത്തം. ഈ ദൃശ്യങ്ങൾ പകർത്തി മലപ്പുറം സ്റ്റോറീസിൽ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. 2017 ഫെബ്രുവരി 11 ഈ റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത്. വളരെ അപൂർവമായി മാത്രമേ ഞാൻ ഇതിലൂടെ നടന്നിട്ടുള്ളൂ, 3-4 തവണ. പണ്ട് എത്രയോ കാലങ്ങളായി ആളുകൾ റെയിൽവേ പാളത്തിന് മുകളിലൂടെ റോഡ് മുറിച്ചു കടന്നിരുന്നു. അതിന് പരിഹാരമായാണ് ഈ അണ്ടർ ബ്രിഡ്ജ് വന്നത്. ഇനിയും ഇത്തരം ബ്രിഡ്ജുകൾ ആവശ്യമുള്ള എത്രയോ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ ബാക്കിയുണ്ട്. പുലർക്കാലത്ത് നടക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ മാറുന്ന മുഖം കാണാൻ കഴിയും. ഒരു കാലത്ത് മലയാളികൾ ചെയ്തിരുന്ന പല തൊഴിലുകളും ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങാടികളിലും തെരുവുകളിലും പ്രത്യേകിച്ച് പുലർക്കാലങ്ങളിൽ അവരുടെ സാന്നിധ്യമാണ് കൂടുതലായി കാണാനാവുക. ഒരുപാട് കാലമായി ഈ മാറ്റം നമ്മുടെ നാട്ടിലുണ്ട്. മുമ്പ് മലയാളികൾ ചെയ്തിരുന്ന തൊഴിലുകളിൽ ഇപ്പോൾ അവരാണ് കൂടുതലും. മലയാളികൾ താരതമ്യേന വളരെ കുറവാണ്. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് പുലർക്കാലത്തിൻ്റെ തണുപ്പിലാണ്. ഓരോ നടത്തവും ഓർമ്മകളും നമ്മുടെ നാടിൻ്റെ കഥകളും പകർത്താനുള്ള ഒരു അവസരമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Video này.